വണക്കം. എന്നും വൈകുന്നേരം ആകുമ്പോൾ ഒരെണ്ണൻ പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ടതുപോലെ ഒരു ബെൽറ്റ് വിട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വരും. സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് അണ്ണൻ്റെ പരിപാടിയുടെ പേരെന്ന് പറയുന്നത്. നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ അണ്ണൻ പോൾ നീരാളിയാണെന്നാണ് പറയുന്നത്. അതായത് പ്രവചന സിംഹം എന്നാണ് പറയുന്നത്. അണ്ണം പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം അങ്ങ് ലോ ലെവലിൽ കയറിപ്പോയിട്ടുണ്ട് എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അണ്ണൻ്റെ ഒരു പ്രവചനമായിരുന്നു ബംഗാൾ മമത വിഴുങ്ങും, പിടിക്കും, മമത കിളയ്ക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രവചനം. ഇതിനു മുമ്പേ അണ്ണൻ ഒരു ഗംഭീരമായിട്ടുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി തോൽക്കും എന്നുള്ളതായിരുന്നു ആ പ്രവചനം എന്ന് പറയുന്നത്. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതിനു മുമ്പ് അണ്ണൻ ഒരു പ്രവചനം, അതിനുശേഷം അണ്ണൻ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹരിയാനയിലെ പ്രവചനം. ഹരിയാനയിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഹരിയാനയിൽ ഓരോ 5 വീടുകളെടുത്താലും അവിടെ ഒരു ഗോത ഉണ്ടാകും കേട്ടോ. ഹരിയാനയിലാണ് അഗ്നിപഥ സമരം ഉണ്ടായത് കേട്ടോ. എല്ലാത്തിൻ്റെ അവസാനം കേട്ടോ കേട്ടോ എന്നിട്ടാൽ മതി. ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടി. അങ്ങനെയാണ് അണ്ണൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അണ്ണൻ നടത്തിയ ഒരു പ്രവചനമാണ് ബംഗാൾ മമത പിടിക്കുമെന്ന്. നിങ്ങൾ കണ്ടില്ലേ? ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ തമ്മിലിൽ ഇട്ടുകൊണ്ട് അണ്ണൻ ദിങ്ങനെ നിന്നുകൊണ്ടുള്ള ഒരു പടമൊക്കെ ഇട്ടുകൊണ്ട് ഈ വാർത്ത നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, തീയിൽ കുരുത്ത മമത ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബംഗാൾ മമത പിടിക്കും, മമത പിടിച്ച്, അങ്ങനെയാണ് സാഹചര്യങ്ങൾ. അടിച്ചു കയറുമോ സ്റ്റാലിനും മമതയും? ഇതൊക്കെയായിരുന്നു അണ്ണൻ്റെ, അല്ല ഇവിടെ വരുന്നുണ്ടല്ലോ, ഇതൊക്കെയായിരുന്നു അണ്ണൻ്റെ എന്താണ് ഓരോ സെറ്റപ്പ് എന്ന് പറയുന്നത്. സ്റ്റാലിൻ തോറ്റു. ഞെട്ടിക്കുന്ന തോൽവിയാണ് സ്റ്റാലിൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതും TVKയുടെ ബാവുവിൻ്റെ കൂടെയാണ് സ്റ്റാലിൻ തോറ്റത് എന്നുള്ളതാണ്. TVK ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വരാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ മമതയുടെ കാര്യം. ഭവാനിപൂരിൽ മമത ഊർജ്ജശ്വാസം വലിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗാളിൽ BJP, ഞാൻ പറയട്ടെ, ഇന്നത്തെ സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, ആസാം. ഇതിൽ 3 സംസ്ഥാനങ്ങൾ BJP തൂക്കിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് ബംഗാൾ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയമാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ UDF തരംഗം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അണ്ണൻ്റെ ഈ സംഭവം മുക്കിക്കളയരുത് എന്ന് പറയാനായിട്ടാണ് അണ്ണനെ വെച്ച് തുടങ്ങിയത് ഞാൻ. എന്തായിരുന്നാലും ആ കേരളത്തിൽ അതിഭീകരമായിട്ട് UDF തരംഗം ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഞ്ഞടിക്കുന്നതിൻ്റെ ഇടയിൽ UDFൻ്റെ കേന്ദ്രത്തിൻ്റെ ശവമടക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിൻ്റെ ശവമടക്ക്, ഇനി ഒരു 50 കൊല്ലം ബംഗാൾ BJP ഭരിക്കും. കോൺഗ്രസ് ഇനി അവിടെ വരത്തുമില്ല, എവിടെ അങ്ങ് കേന്ദ്രത്തിൽ വരത്തുമില്ല എന്നാണ് കൃത്യമായിട്ട് ബംഗാൾ പറഞ്ഞു വയ്ക്കുന്നത്. ബംഗ്ലാദേശിലുള്ള MP പോലും പറഞ്ഞു അവിടെ BJP വരാൻ പാടില്ല എന്നുള്ളത്. തൃണമൂൽ കോൺഗ്രസിനോട് ആദ്യം നരേന്ദ്രമോദി പറഞ്ഞു, തൃണമൂൽ ഗുണ്ടകളോട് നീയൊക്കെ വന്ന് കീഴടങ്ങുന്നു. അമിത്ഷായ്ക്കൊരു മയവുമില്ല, അമിത്ഷാ കീഴടങ്ങണം എന്നൊന്നും പറഞ്ഞില്ല. ആരും കീഴടങ്ങരുത്, എല്ലാണത്തിൻ്റെ തൊണ്ടയിൽ എനിക്ക് ഉണ്ടകയറ്റണം, ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. അതാണ് അമിത്ഷായുടെ ഒരു രീതി എന്ന് പറയുന്നത്. അമിത്ഷാ പറഞ്ഞു, നിന്നെയൊക്കെ തലകീഴായി ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൊണ്ട് കെട്ടിത്തൂക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞുകൊണ്ടിരുന്നത്. മമതാ ബാനർജി പഠിച്ച പണി 18 നോക്കി 200 സീറ്റിലധികം നേടിയാണ് ബംഗാളിൽ ഇപ്പോൾ BJP ഭരിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തപസ്സാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എത്ര നാളായിട്ട് BJP ബംഗാൾ ഭരിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയാമോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് BJPക്കുള്ള ഒരു കടം വീട്ടലുകൂടെയാണ്. അതായത് BJPയുടെ സ്ഥാപകനായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയുടെ തട്ടകമാണ് ബംഗാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജന്മസ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബംഗാൾ BJP പിടിച്ചില്ലെങ്കിൽ പിന്നെ BJP ആണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് BJP പ്രധാനമായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 75 വർഷത്തിന് ശേഷം ബംഗാളിൽ BJPയുടെ പിതാവിൻ്റെ കടം വീട്ടി എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത അതിഭീകരമായിട്ടും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭൂമിയെ പറ്റി നമ്മൾ പഠിച്ചാൽ കൃത്യമായി മനസ്സിലാകും ശ്യാമപ്രസാദ് മുഖർജി എങ്ങനെയാണ് ബംഗാളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളത്. അതായത് BJP ആദ്യമായി ബംഗാളിൽ സമ്പൂർണ്ണമായി ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമ്പോൾ അവിടെ ശ്യാമപ്രസാദ് മുഖർജിയുടെ ചിത്രത്തിന് ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ജന്മസ്ഥലത്ത് പോയി അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചാണ് BJP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അങ്ങനെ ബംഗാളിൽ BJP അതിഭീകരമായിട്ടുള്ള ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബംഗാളിൽ ഒരു പുതിയ ചരിത്രം തന്നെ രചിക്കാൻ പോവുകയാണ് BJP എന്ന് പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ലല്ലോ. ഹൂഗ്ലിയിലെ തിരമാലകൾ മുതൽ ഡാർജിലിംഗിലെ കുന്നുകൾ വരെ ജയ് ശ്രീറാം എന്നുള്ള വിളികൾ മാത്രമായിരിക്കും ഇനി ബംഗാളിൽ മുഴങ്ങാൻ പോകുന്നത്. അത് പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് സകല പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത്. ഇത് ബംഗാളിൽ രാഷ്ട്രീയ മാനസികാവസ്ഥ സമ്പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പതിറ്റാണ്ടുകളായി BJP നേതാക്കളും BJP പ്രവർത്തകരും എല്ലാം ഒന്നിച്ച് കൃത്യമായി ബംഗാൾ എന്നുരുവിട്ടതിൻ്റെ ഫലമാണ് ഇന്ന് ബംഗാളിൽ BJP അധികാരത്തിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുട്ടൻസ് എന്ന് പറയുന്നത്. എന്തായാലും BJPയുടെ ബംഗാളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയമല്ല. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം വെറും ഒരു
വിജയം മാത്രമല്ല, അത് പിതാവിൻ്റെ കടം വീട്ടൽ കൂടിയാണ്. ഈ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഓരോ പ്രവർത്തകനും ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയോടുള്ള കടപ്പാടാണിത്. അതാണ് പിന്നീട് BJP ആയത്. കടപ്പാടാണിത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മസ്ഥലമായ അവിടെ ആദ്യമായി താമര പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി വിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 75 വർഷം, എങ്ങനെയാണ് 75 വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്നം അവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ബംഗാളിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബംഗാളിൽ RSS ഇല്ലേ? ബംഗാളിൽ ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ RSSന് തിരിച്ചടിച്ചുകൂടെ എന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഈ 75 വർഷം ബംഗാളിൽ സകല അടിയും ഇടിയും ആക്രമണങ്ങളും എല്ലാം സഹിച്ച് ഹിന്ദുക്കളുടെ തല അവിടെ വെട്ടി 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 ഉരുട്ടുകയായിരുന്നു. ഹിന്ദു സ്ത്രീകളെ പിടിച്ച് റേപ്പ് ചെയ്യുകയായിരുന്നു. മുർഷിദാബാദിൽ, സന്ദേശ് കാലിയിൽ, അസംസോളിൽ ഇവിടെ എല്ലാം അതിഭീകരമായിട്ട് ഹിന്ദുക്കൾ പാലായനം ചെയ്തു പോവുകയായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഇൻഫിൽട്രേറ്റേഴ്സിൻ്റെ അതിഭീകരമായിട്ടുള്ള ആക്രമണം, ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവിടെ ഹിന്ദുക്കൾ നിന്നപ്പോൾ ഞാൻ പോലും യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, നരേന്ദ്രമോദി ഈ പണി നിർത്തി പോകണമെന്ന്. പക്ഷേ കൃത്യമായ കാൽക്കുലേഷൻ അവിടെ ഉണ്ടായിരുന്നു. RSSന് എന്തുകൊണ്ട് ബംഗാളിൽ തിരിച്ചടിച്ചുകൂടാ? ബംഗാളിൽ അവർക്ക് തിരിച്ചടിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബംഗാളിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇടപെടാമായിരുന്നല്ലോ, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമായിരുന്നല്ലോ. ഇതൊന്നും അവർ ചെയ്തില്ലല്ലോ. ജനാധിപത്യം 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 എന്നുള്ള ഒരൊറ്റ വാചകം ഉരുവിട്ടുകൊണ്ട് ബംഗാളിൽ സകല അടിയും ഇടിയും ആക്രമണവും സഹിച്ച് RSS മുന്നോട്ട് പോയി എന്നുള്ളതാണ്. RSSൻ്റെ ഒരു പ്രവർത്തകനെ പോലും അവർ തിരിച്ചടിക്കാനായിട്ട് പ്രേരിപ്പിച്ചില്ല. തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഈ RSS എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ ഒരു പ്രവർത്തകനെ അതിനെ പരിശീലിപ്പിച്ച് കൊണ്ടുവരാൻ വർഷങ്ങളെടുക്കും. RSS എന്ന് പറയുന്ന ആ സംഘടനയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ആ ഒരു സമഗ്രഭാവം ഉൾക്കൊണ്ട് RSSൻ്റെ നല്ലൊരു സേവകനാകാൻ ഒരുപാട് നാളെടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സേവകനോട് പറയുകയാണ്, നീ മറ്റവനെ പോയി വെട്ടിക്കൊല്ലും എന്ന് RSS പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനെ പോയി വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഇവൻ ജയിലിൽ പോകും. അങ്ങനെ ജയിലിൽ പോയി കഴിഞ്ഞാൽ അടുത്തൊരു പ്രവർത്തകൻ ഉണ്ടായി വരാൻ എത്ര നാളത്തെ പരിശ്രമം വേണം. അതുകൊണ്ട് ഓരോ പ്രവർത്തകന്മാരും RSSന് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. RSSൻ്റെ ഒരു പ്രവർത്തകൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞാൽ RSS എന്ന സംഘടനയുടെ ഹൃദയത്തിൽ നിന്ന് ചോര പൊടിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രവർത്തകരെ ഒന്നും കുരുതിക്ക് കൊടുത്തില്ല. എങ്കിലും ആക്രമണം ഉണ്ടായി. ആ ആക്രമണമെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം കടിച്ചും പിടിച്ച് കണ്ടു നിന്നു. പക്ഷേ ഇപ്പോൾ കണക്ക് ചോദിക്കാനുള്ള സമയമായിരിക്കുന്നു. കണക്ക് ചോദിക്കാനുള്ള സമയം, സകല ഇൻഫിൽട്രേറ്റേഴ്സിനെയും അടിച്ചുരുട്ടാനുള്ള സമയമായിരിക്കുകയാണ്. സകല ഇൻഫിൽട്രേറ്റേഴ്സിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് സകല എണ്ണത്തിനെയും നിയമപരമായി അമിത്ഷാ പറഞ്ഞ പോലെ തലകീഴായി കെട്ടിത്തൂക്കി മുളകരച്ച് തേക്കാനുള്ള സമയമായി എത്തിയിരിക്കുകയാണ് ബംഗാളിൽ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് നിലവിളി വരും, അതിൽ യാതൊരു സംശയവുമില്ല. ബംഗാളിൽ ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ ജംഗിൾ രാജായിരുന്നല്ലോ, ഇനി JCB രാജാണ് ബംഗാളിൽ വരാൻ പോകുന്നത്. സകല ഗുണ്ടകളുടെയും മണ്ടയിൽ ഉണ്ട കയറാൻ പോവുകയാണ്. സകല ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിക്കും, സകല ഇൻഫിൽട്രേറ്റഡ് ഭൂമിയും പിടിക്കും, സകല വൃത്തികെട്ടവന്മാരെയും പിടിക്കും. എല്ലാ കേസും തുറക്കും. നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത് സ്ത്രീകളുടെ ബലാത്സംഗ കേസുകളായിരിക്കും ഞാൻ ആദ്യം തുറക്കാൻ പോവുക എന്നുള്ളതാണ്. അവിടെ സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, മമതാ ബാനർജി ഞങ്ങൾക്കാകെ തന്നിട്ടുള്ളത് ഞാൻ ബലാത്സംഗം ചെയ്യപ്പെടുകയാണെങ്കിൽ 10 ലക്ഷം രൂപ അവരെനിക്ക് തരും എന്നാണ് സ്ത്രീകൾ പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ സകല ബലാത്സംഗ കേസുകളും തുറക്കും. ജഹാംഗീർ ഖാനെ പോലെയുള്ള, ഈ സന്ദേശ് ഖാലിയിലെ ആ വൃത്തികെട്ടവനെ പോലെയുള്ള അവനെയെല്ലാം പിടിച്ച് സുനജത്തി മുളക് തേച്ച് ഹൗറ ബ്രിഡ്ജിൻ്റെ താഴെ കെട്ടിത്തൂക്കാൻ വിടും എന്നുള്ളതാണ് അമിത്ഷായുടെ ആഹ്വാനം എന്ന് പറയുന്നത്. ആ സംഭവം ബംഗാളിൽ നടക്കാൻ പോവുകയാണ്. സകല ജമാഅത്തെ സുനാപ്പികളും ഉണ്ടല്ലോ, അവിടെ നിങ്ങോട്ട് ചാടി വന്ന സകല ജമാഅത്തെ എവൻ്റെയൊക്കെ താടിക്ക് തീ കൊടുക്കും. അതായത് ബംഗ്ലാദേശ് ഇൻഫിൽട്രേറ്റേഴ്സുള്ള എവൻ്റെയൊക്കെ ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞു കയറ്റക്കാരായിട്ടുള്ള എവൻ്റെയൊക്കെ താടിക്ക് തീ കൊടുത്ത് എവനെയൊക്കെ തിരിച്ച് ബംഗ്ലാദേശിലോട്ട് കെട്ടുകെട്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം സുരക്ഷിതമാക്കണം, നമ്മുടെ രാജ്യത്തെ അതിർത്തികൾ സുരക്ഷിതമാക്കണം. 200 സീറ്റിലധികമാണ്. മമതാ ബാനർജിക്കൊന്നും നിലവിളിക്കാൻ പോലും പറ്റില്ല. 89, 90, 91, ഇതിൽ കൂടുതൽ അങ്ങോട്ട് കടക്കുന്നില്ല മമതാ ബാനർജി. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബംഗാൾ BJP. വേറെ ഒരു സംസ്ഥാനം പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആസാമും പുതുച്ചേരിയും കയ്യിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം BJP പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. BJP ഇവിടെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും, മന്ത്രിസഭ രൂപീകരിക്കും.
എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ബംഗാളിൽ BJP വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. സാംസ്കാരിക ദേശീയതയാണ് BJP അവിടെ ഊന്നിയത്. അത് വിജയിച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയെ തകർക്കാനൊക്കെ ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പല വാർത്തയും പ്രചരിപ്പിച്ച് വിട്ടായിരുന്നു. അവിടെ നോർത്ത് പെഗാസസിൽ പോളറൈസേഷൻ നടക്കുന്നു, ഇവിടെ സൗത്ത് പെഗാസസിൽ മറ്റത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോദി മറ്റേ ബംഗാളിൽ അവിടെ കാളിമാതയ്ക്ക് അവിടെ മത്സ്യവും മാംസവും നിവേദിക്കുന്ന ക്ഷേത്രത്തിൽ പോയപ്പോൾ അതും വലിയ കുറ്റമായിപ്പോയി. അതൊക്കെ പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് അറിയാമെന്നുള്ളവന് അത് കളിക്കും, ജയിക്കും. ഇല്ലാത്തവ ഇങ്ങനെ സൈഡിൽ നിന്ന് വലിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ശരി.